ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റംദാൻ മുബാറക്. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ബജ്ജിയുടെ റെസിപ്പി ആയിട്ട്, അതായത് സോസേജ് പൊട്ടാറ്റോ ബജ്ജി. നമ്മളെല്ലാവരും ഉള്ളി ബജ്ജി അല്ലേ ഉണ്ടാക്കാറ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. സോസേജ് വെച്ചിട്ട് നല്ല സിമ്പിളാണ്, ഒപ്പം നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോമ്പ് തുറക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള, 2 മീഡിയം പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഞാനിവിടെ സോസേജ് ഒരു 6-7 എണ്ണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക. സെയിം പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത പോലെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് നല്ലോണം കൈ കൊണ്ട് നല്ലോണം തിരുമ്പി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക, കാരണം സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് എന്തായാലും ഇറങ്ങും. അപ്പോൾ ഇനിയും നമുക്ക് പൊടി പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കടലപ്പൊടി ഇടുക. നമ്മുടെ ഉള്ളി ബജ്ജിയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ബജ്ജിയുടെ മാവ് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ മാവ് റെഡി ആയിട്ടുണ്ട്. പിടിക്കുമ്പോൾ നമുക്ക് നല്ല ആ ഒരു നമ്മൾ ആ റൗണ്ടിൽ നമുക്ക് പിടിക്കാൻ പറ്റണം, നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ. ഇനി എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ്, നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.